എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതോടൊപ്പം എല്ലാവർക്കും വിശ്രമയുടെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോ ഓണം അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യാം, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മള് ഫെസ്റ്റിവൽ സീസണിലൊക്കെ പ്രത്യേകിച്ച് ഹാപ്പി ആകാൻ പറയേണ്ട കാര്യമില്ലല്ലേ. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അപ്പോ ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനും ഒക്കെ നമ്മൾ എത്ര ഹാപ്പി ആകുമോ അതുപോലെ ആ ഹാപ്പിനെസ് നമുക്ക് എന്നും നിലനിർത്താൻ കഴിയണം. എല്ലാ ദിവസവും നമുക്ക് ആഘോഷമാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ ലൈഫ് അടിപൊളിയായി തീരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നുണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനുള്ള സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് വരെയും ക്ലാസ് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. ഞാൻ സുജാർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോ ലൈഫില് ചില സാഹചര്യങ്ങള് നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വരും. അപ്പൊ അതിശക്തമായിട്ട് അതിനെ ഫേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പവർഫുൾ സ്റ്റെപ്സ് ആണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആക്ച്വലി ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈഫിൽ എന്ത് വന്നാലും അതിലെ നല്ലതിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലം വരുമ്പോ, ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോ, എബ്രഹാമിക്സിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കോൺട്രാസ്റ്റ് വരുമ്പോ തളർന്ന് നെഗറ്റീവായി, അങ്ങേയറ്റം നെഗറ്റീവായി മാറാൻ തുടങ്ങുമ്പോ നമ്മൾ ആ സമയം ഓർക്കുക. നിങ്ങളൊന്ന് ആലോചിക്കുക, ലൈഫില് നമുക്ക് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ലൈഫിൽ ഇതിനു മുമ്പും ഇതുപോലെ ഇതിനെക്കാട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. കുറച്ച് നാൾ കഴിയുമ്പോ ആ പ്രശ്നങ്ങളൊക്കെ തന്നെത്താനെ സോൾവ് ആയി പോയിട്ടുണ്ട് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഫേസ് ചെയ്ത വലിയൊരു പ്രോബ്ലം, അന്ന് നിങ്ങൾക്ക് തോന്നി ഇതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറത്താണ്. പക്ഷെ ഇന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്കത് പ്രോബ്ലം ആണോ? അല്ല. അപ്പോ ഇതും കടന്നു പോകും. എന്ത് പ്രോബ്ലം വരുമ്പോഴും മനസ്സിൽ ഓർക്കേണ്ട എന്താണ്, ഇതും കടന്നു പോകും. ഇന്ന് നിങ്ങൾ പലതരത്തിലുള്ള ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ചിലർക്ക് ഹെൽത്ത് ബ്ലെസ്സിങ് ആയിരിക്കാം. അപ്പൊ ആ ഹെൽത്ത് ബ്ലെസ്സിങ്ങിന്റെ സമയത്ത് മനസ്സുകൊണ്ട് തകർന്നടിഞ്ഞ് ഒരു രോഗിയുടെ കുപ്പായം എടുത്ത് അണിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് എനിക്കിനി അതിൽ നിന്ന് മറികടക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിലേക്ക് പോവല്ലേ. കാര്യം നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയേറെ പ്രയത്നിക്കേണ്ടി വരും ആ ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക് കടന്നു വരാനായിട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആ നെഗറ്റീവിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ഇതെന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, എന്റെ ലൈഫിലുള്ള ഏത് സാഹചര്യമാണെങ്കിലും അതിനെ എല്ലാം മറികടന്ന് ഞാൻ മുന്നോട്ട് പോകും. നമുക്ക് നല്ല മനസ്സിന് നല്ല മനോധൈര്യം വേണം, മനക്കെട്ടി വേണം. നമ്മുടെ മനസ്സിനെ അങ്ങനെ ട്രെയിൻ ചെയ്തിടണം. ചിലർക്ക് ജന്മനാ ആ ഒരു നല്ല ധൈര്യം ഉണ്ടാവും. അവർക്ക് പുരുഷന്മാര് കുറെ നല്ല മനസ്സിന് ധൈര്യമുള്ളവരാണ്. സ്ത്രീകളാണ് പൊതുവെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂസ് വരുമ്പോഴേ പെട്ടെന്ന് തളർന്നു പോകും. നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം, നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് മനസ്സിനെ ആ രീതിയിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തളർന്ന് നമ്മൾ അങ്ങേ അറ്റം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കയറി വരണമെങ്കിൽ എത്രത്തോളം നമ്മൾ ഡീപ്പർ ലെവലിലേക്ക് പോകുന്നു, പിന്നെ നമ്മൾ അത്രയും എഫേർട്ട് ഇടണം കയറി വരാൻ. അപ്പൊ തളരുമ്പോ ഓർക്കുക, ഈ പ്രശ്നങ്ങൾക്ക് മുൻപിൽ ഞാൻ തോറ്റു പോയി കഴിഞ്ഞാൽ, തളർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. ശക്തമായിട്ട് നമ്മൾ തിരിച്ച് കയറി വരാനായിട്ട് ശ്രമിക്കുക. അപ്പോ പണ്ട് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈസി ആയിട്ട് നമ്മൾ അത് ഹാൻഡിൽ ചെയ്തു. ഇന്ന് നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതും കടന്നു പോകും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു കോൺട്രാസ്റ്റ് വരുന്ന സമയത്ത് മനസ്സിലോർക്കാം, ഇതും കടന്നു പോകും. എന്ത് പറയും നിങ്ങൾ, ഇതും കടന്നു പോകും. എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഇതും കടന്നു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയേറെ പവർ ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിത്തരാനുള്ള കഴിവുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളപ്പോ എന്തിനാ കരയുന്നേ? കണ്ണീരും കരച്ചിലും കൊണ്ട് ഈ ഭൂമിയിൽ ആരെന്താ നേടിയത്? അതൊന്നും നമുക്ക് വേണ്ട. ടീച്ചർ പറയുന്ന പോലെ ഹാപ്പിനെസ്, 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 ഹാപ്പിനെസ് ആൻഡ് ഹാപ്പിനെസ് ഇസ് ദ കീ ഫോർ സക്സസ്.
എന്താണ് കീ ഫോർ സക്സസ്? ചാറ്റ് ബോക്സിലേക്ക് എല്ലാവരും ഇടൂ ഹാപ്പിനെസ്. നമ്മൾ ടൈപ്പ് ചെയ്യൂ, പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ വേണം എപ്പോഴും ടൈപ്പ് ചെയ്യാനായിട്ട്. സന്തോഷമായിരിക്കുക. നിങ്ങൾ വിചാരിക്കും ടീച്ചറും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഓണം കൂടെ ആയപ്പോ എന്റെ സന്തോഷം എത്ര മടങ്ങാന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയേറെ സന്തോഷമാണ് അല്ലെ. അപ്പോ നമ്മുടെ സന്തോഷത്തെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താ പറയാ, എത്രത്തോളം നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും അത്രയും ഹാപ്പി ആവുക. ഒരു സിറ്റുവേഷൻ വരുമ്പോ എന്തായാലും ഈ സിറ്റുവേഷൻ വന്നു, അങ്ങ് തളർന്നു കളയാം എന്ന് കരുതുകയല്ല വേണ്ടത്. നമ്മൾ എന്ത് സിറ്റുവേഷൻ വന്നാലും തിരിച്ച് ആ ഒരു ഹാപ്പിനെസിന്റെ ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ്. കുറച്ചു നാൾ കഴിഞ്ഞ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നവും അല്ലാതെ മാറുന്ന ഒരു സമയം വരും. അന്ന് നമ്മൾ ഓർക്കും, അന്ന് ഇത് വല്ല കാര്യം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ ഇത്ര ഡൗൺ ആകണ്ട. പിന്നീട് നമുക്ക് അത് ഓർത്ത് ചിരി വരും അല്ലെ. എത്ര പേർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? പണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു, എന്റെ അമ്മോ ഇതിന്റെ മുമ്പിൽ ഞാൻ തോറ്റു, ഇതെങ്ങനെ ഞാൻ തരണം ചെയ്യുന്നു. പക്ഷെ ഇന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് ഓർക്കുമ്പോൾ ചിരി വരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ വരുമ്പോ ഇനി എന്ത് ചെയ്യാ, ഡൗൺ ആകാതെ എന്ത് മനസ്സിൽ ചിന്തിക്കണം? ഇതും കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ. അപ്പോ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ആ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോ ലൈഫിൽ കൂടുതൽ നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിലേക്കാണ് നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രശ്നങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസിന് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മൾ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ അതിനെ മറികടന്ന് സക്സസിലേക്ക് പോകാം എന്ന് ചിന്തിക്കുക. പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് വർദ്ധിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഒരു പ്രോബ്ലത്തെ വിട്ടിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അപ്പൊ നമ്മൾ അത് തന്നെ ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പുതിയ മാർഗങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. ഇന്നത് ചെയ്യാം. ഓക്കെ. ഷിഫ്റ്റ് യുവർ ഫോക്കസ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഷിഫ്റ്റ് യുവർ ഫോക്കസ്. നിങ്ങളുടെ ഫോക്കസ് മാറ്റുക. ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറ്റിയിട്ട് നമുക്ക് ചുറ്റും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവായ ആളുകളുണ്ട്. ഈ ലോകത്തില് 85% ആളുകളും നെഗറ്റീവ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുള്ളൂ. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകള് ചിലര് ഫേക്ക് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. നമ്മുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് അവര് ഭയങ്കര നല്ലവരാണെന്ന് അഭിനയിക്കും. നമ്മൾ എന്ത് ചെയ്യും? അവരെ വിശ്വസിക്കും. ഇവർ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിശ്വസിക്കും. പക്ഷെ പിന്നീടായിരിക്കും ഇവരുടെ മുഖംമൂടികൾ നമ്മുടെ മുന്നിൽ അഴിഞ്ഞു വീഴുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികളാണ്. അല്ലെങ്കിൽ നമ്മളെ ചിരിച്ചുകൊണ്ട് ചീറ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അവര് തന്ന പെയിൻ, അവര് തന്ന അനുഭവം, അവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് അവര് പോയി ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും. പക്ഷെ നമ്മൾ ആ പെയിനും കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ പലരും വരും നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹാപ്പിനെസ്സിനെ തകർക്കാൻ, നമ്മുടെ മനസ്സമാധാനം തകർക്കാൻ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ആ ഹാപ്പിനെസ് തകർത്ത് ആ കുടുംബം ഒന്ന് കുളം തോണ്ടാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരങ്ങനെ ചെയ്തു എന്നാൽ അതിന് വലിയ പ്രശ്നമാക്കാമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നമ്മൾ സ്റ്റക്കായി പോവും. ഇതിനെയൊക്കെ നമ്മൾ ഔട്ട് ഫോക്കസ് ചെയ്യുക. കാര്യം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതും പറയുന്നതും നോക്കി ഇരുന്നാൽ നമുക്ക് എങ്ങനെയാ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? എപ്പോഴും നമ്മുടെ കൺമുന്നിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യങ്ങളെ വേണം നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി വേണം ചിന്തിക്കാനായിട്ട്. ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഈ ലക്ഷ്യങ്ങളില്ലാത്ത കുറേയധികം നെഗറ്റീവ് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവര് പറയുന്നതും ചെയ്യുന്നതും നമ്മളെ എഫക്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഫോക്കസ് എന്തിലേക്കായിരിക്കണം? ചാറ്റ് ബോക്സിൽ ഇടൂ. എപ്പോഴും നമ്മുടെ ഫോക്കസ് എന്തിലേക്കായിരിക്കണം? യെസ്, ലക്ഷ്യങ്ങളിലേക്കായിരിക്കണം. ഇനി ചിലര് പറയാണ്, ഞാൻ ലക്ഷ്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എങ്ങനെയാ ലക്ഷ്യം സെറ്റ് ചെയ്യുക? നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അതാണ് നമ്മുടെ ഗോൾസ്. നമ്മൾ ഈ കഴിഞ്ഞ കാലത്തിലും ഇപ്പൊ നടക്കുന്നതിലും ഫോക്കസ് ചെയ്യാതെ നമുക്ക് ഇനി മുന്നോട്ട് എന്തൊക്കെ വേണം ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ നല്ലത് വേണ്ടേ ചിന്തിക്കാൻ. അപ്പോ നമുക്ക് ഇനി മുന്നോട്ട് ലൈഫിൽ എന്തൊക്കെ വേണം ആ ഒരു ഗോള് സെറ്റ് ചെയ്ത് അതിനെപ്പറ്റി തന്നെ നിരന്തരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞാലുള്ള ഹാപ്പിനെസ് അനുഭവിക്കുക.
ഇപ്പോൾ നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ടീച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈഫിന്റെ എല്ലാ ഏരിയാസിലും ഗോൾ സെറ്റിംഗ് ചെയ്യിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്കിനി ജോയിൻ ചെയ്യാൻ, ഈ മാസത്തെ അഡ്മിഷൻ ക്ലോസ് ചെയ്തപ്പോൾ ഈ മാസം ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഇനി അടുത്ത മാസം മാത്രമേ എന്റെ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ മനസ്സിനെ നെഗറ്റീവിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം? പോസിറ്റീവിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ഓണം മുതൽ ഈ ഓണം വരെ, ഈ ഒരു 1 ഇയറിൽ നമ്മൾ എന്തെല്ലാം നേടി? നമ്മൾ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ തീരുവോ? നന്ദി പറഞ്ഞാൽ തീരുവോ? ദിവസം തോറും എന്തോരം സൗഭാഗ്യങ്ങളാ നമ്മളിലേക്ക് ദൈവം എത്തിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ സ്വപ്ന ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ആ സമയത്ത് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട്, ഉള്ളതിന് നന്ദി പറയുമ്പോൾ നമുക്ക് പുതിയ 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 സൗഭാഗ്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് നമ്മളൊരു ശീലമാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ നടക്കുക. ടീച്ചറെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക. നമുക്ക് ലഭിച്ച ഓരോ സൗഭാഗ്യങ്ങളും ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറയുന്ന ശീലമുള്ളവർക്ക് ദൈവം കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ വാരിക്കോരി കൊടുക്കും. നന്ദി ഇല്ലാത്തവർക്കാണ് പലപ്പോഴും പലർക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്നറിയോ? കടപ്പാടില്ല. അതായത് അവർക്ക് തൊഴിൽ കൊടുത്ത എംപ്ലോയറോട്, തൊഴിലുടമയോട് നന്ദിയില്ല. നമുക്ക് ശരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം ഇതില്, നിങ്ങൾക്ക് തൊഴിൽ തരുന്ന നിങ്ങളുടെ ആ ഉടമസ്ഥനോട് എപ്പോഴും ദിവസം ഒരു വട്ടമെങ്കിലും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് അന്നം തരുന്ന അവർക്ക് എല്ലാ നന്മകളും വരുത്തണേ. ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിന്, അവിടുത്തെ ഓരോ സ്റ്റാഫിനും നന്ദി ഉണ്ടായിരിക്കണം എന്ന്. പലർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ചിലർ കണ്ടിട്ടില്ലേ, അതേ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ഓഫീസിലെ ബോസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് നന്ദി പറയുന്നതിന് പകരം അവരെ കുറ്റം പറയും. അതൊക്കെ എന്ത് ചെയ്യും? ഒരു ദിവസം ജോലി അങ്ങ് നഷ്ടപ്പെടും. അപ്പോഴായിരിക്കും ഓർക്കുന്നത്, ഇതെന്താ എനിക്കിങ്ങനെ? നമ്മൾ ദുഷിക്കുമ്പോ, നമ്മൾ നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോ, നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതേ കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് വരും. നന്ദി ഉണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ലഭിക്കും. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. അവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്രവൃത്തി. നമ്മൾ തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നമുക്കൊരു തൊഴിൽ തന്നു, അവരിലൂടെയാണ് എന്റെ കുടുംബം കഴിഞ്ഞ് നമുക്ക് അന്നം തരുന്നവരാണ്, അവരോട് നന്ദി ഉണ്ടായിരിക്കണം. അവരോട് നമ്മൾ വളരെ സ്നേഹത്തോടെ പെരുമാറണം. ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഫേക്ക് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നന്ദി ഉണ്ടെങ്കിലേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റൂ. പലർക്കും അറിയാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ, പക്ഷെ ഉള്ളില് ഒരു തരുമ്പ് പോലും നന്മയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല പ്യുവർ മൈൻഡഡ് ആയിരിക്കുക, നല്ല നന്മയുള്ളവരായിരിക്കുക, മനസ്സിൽ ഒരുപാട് സ്നേഹമുള്ളവരായിരിക്കുക, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ വെറുക്കുന്നവരെ സ്നേഹിക്കുക, വെറുക്കട്ടെ. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അവരുടെ കർമ്മഫലം അവർക്കല്ലേ, നമ്മൾ എന്തിനാ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ സെൽഫ് ടോക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് ബോധപൂർവം ശ്രദ്ധിക്കാം. നമ്മൾ എപ്പോഴും നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളോട് തന്നെ പറയും, ഇതൊക്കെ കടന്നു പോകും, ഇതിൽ നിന്നൊക്കെ ഞാൻ പുറത്തിറങ്ങും, എന്റെ പ്രപഞ്ച ശക്തി എന്റെ കൂടെ ഉണ്ട്. എന്റെ പ്രപഞ്ച ശക്തി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. നമ്മൾ എപ്പോഴും നമ്മളോട് പോസിറ്റീവായിട്ട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. നെഗറ്റീവ് സെൽഫ് ടോക്ക് അത് നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആ പ്രശ്നത്തെ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ നമ്മളോട് സംസാരിക്കും. ഇപ്പൊ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറയുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും. അപ്പൊ എന്ത് ചെയ്യും? പഴയ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പഴയ ഫയലുകളെല്ലാം ഓപ്പൺ ആവും. നെഗറ്റീവ് ഫയലുകളെല്ലാം പണ്ട് 5 വർഷം മുമ്പ്, 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഓർത്തെടുത്ത് നമ്മുടെ ഉള്ള മനസ്സമാധാനവും സന്തോഷവും മൊത്തം പോയി കിട്ടും. നമ്മള് യൂണിവേഴ്സിൽ, പ്രപഞ്ച ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെ ഉണ്ട്, എന്റെ പ്രപഞ്ചം എന്റെ കൂടെ ഉണ്ട്. നമ്മൾ നന്മയുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമ്മള് ഒന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമ്മളിനി ആരൊക്കെ വേദനിപ്പിച്ചാലും, ആരൊക്കെ ചവിട്ടി തേച്ചാലും, ആരിനി എന്തൊക്കെ ചെയ്താലും, നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഈശ്വരൻ അവരുടെയൊക്കെ മുന്നിൽ നമ്മളെ ഉയർത്തി നിർത്തും. എല്ലാം എനിക്ക് അനുകൂലമാകുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, നന്മയോടെ ജീവിക്കുക. നമ്മൾ ഒരാൾക്ക്
ഒരു വേദനയ്ക്ക് ഇടയാകരുത്, ഒരാളുടെ കണ്ണുനീരിന് ഇടയാകരുത്. നമ്മൾ കാരണം ഒരാളുടെ കണ്ണ് നിറഞ്ഞാൽ അതിനൊക്കെ നമ്മളിലേക്ക് അതിന്റെ കർമ്മ എഫക്റ്റ് ഉണ്ടാവും. ഇനി ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് എടുക്കണം, നമുക്ക് അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിവുള്ള വ്യക്തികളുടെ ഹെൽപ്പ് എടുക്കണം. അപ്പൊ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് സജഷൻസ് ചോദിക്കാം. അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് എടുക്കേണ്ട കേസ് ആണെങ്കിൽ നമ്മൾ അത് എടുക്കണം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക, സറണ്ടർ ചെയ്യുക. ഏത് പ്രോബ്ലം വരുമ്പോഴും നമ്മൾ യൂണിവേഴ്സിന് മുന്നിൽ സറണ്ടർ ചെയ്യുക. ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാം, സാഷ്ടാംഗം പ്രണമിക്കും. യൂണിവേഴ്സിനോട് പറയും, യൂണിവേഴ്സ് ഞാൻ എന്താ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് യൂണിവേഴ്സിന് മുന്നിൽ. എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എനിക്ക് വഴി പറഞ്ഞു തരൂ. യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രപഞ്ചശക്തി നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോ നമ്മുടെ കൂടെ പ്രപഞ്ചം എപ്പോഴും ഉണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെ തളർത്താനല്ല, നമ്മളെ കൂടുതൽ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലർക്കും ഇതറിയില്ല. പ്രശ്നം വരുമ്പോ തകർന്നടിഞ്ഞു. ഞാൻ എന്റെ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? വലിയൊരു പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. ആ പ്രശ്നം വന്നില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ആ കംഫർട്ട് സോണിനുള്ളിലായിരുന്നെങ്കിൽ വളരത്തില്ലായിരുന്നു. ഇന്നും ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന 7000 രൂപ ശമ്പളക്കാരിയായി ഒതുങ്ങിക്കൂടിയത്. പക്ഷെ ഇന്ന് ആ എംപ്ലോയിയിൽ നിന്നും ഓൺട്രപ്രണറായി എത്രയോ പേർക്ക് സാലറി കൊടുക്കുന്ന ലെവലിലേക്ക് എത്തി. അപ്പോ ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോ ആ പ്രോബ്ലംസ് നമ്മളെ കൂടുതൽ കരുത്തരാക്കാനാണ് എന്ന് മനസ്സിലാക്കുക. പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തളർന്നു നിൽക്കാതെ അതിനെ നമ്മൾ സധൈര്യം നേരിടണം. ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ തളരാമെന്നല്ല, എനിക്കതിൽ നിന്നും എങ്ങനെ പുറത്തിറങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പോ എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെ ഉണ്ട്. ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് ഇതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. എപ്പോഴും ഒരു പോസിറ്റീവ് മനോഭാവം കാത്തു സൂക്ഷിക്കുക. ആരൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും അതിന്റെയൊക്കെ 1000 ഇരട്ടി ശക്തിയിൽ കുതിച്ചുയരുക. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറയുന്നതും ചെയ്തതും ഓർത്ത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളോട് മല്ലിടാം, വഴക്കിടാം, നമ്മുടെ മനസ്സമാധാനം കളയാം. രണ്ടാമത്തെ ഓപ്ഷൻ, ഇത്തരം ആളുകളെ നമ്മൾ ഔട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് നമ്മൾ പറക്കുക. ഇതിൽ ഏത് ചോയ്സ് എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സ്. ആളുകൾ നമ്മളെ വിമർശിക്കും. അപ്പോ ആ വിമർശനം കേട്ടിട്ട് തളരണോ, അതിന്റെ 1000 മടങ്ങ് ശക്തിയിൽ മുന്നോട്ട് പോകണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ജീവിതത്തിൽ ചാലഞ്ചസ് വരും. ആ ചാലഞ്ചസ് വരുമ്പോ നമ്മള് തളരാതെ 1000 മടങ്ങ് ശക്തിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. തോറ്റു കൊടുക്കരുത്, ക്വിറ്റ് ചെയ്യരുത്, മുന്നോട്ട് തന്നെ പോകണം. നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ നിൽക്കാതെ, പലരും എന്താ ചെയ്യുന്നേ, എനിക്ക് ചുറ്റുമുള്ളവർ മാറിയാൽ ഞാൻ മാറാം. അല്ല, അവരെ മാറ്റിയെടുക്കാൻ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, സ്വയം മാറുക. നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കണം. എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കായിരിക്കണം ഫോക്കസ്. വലിയ വലിയ ലക്ഷ്യങ്ങളുള്ളവര് ഈ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകൾ, നെഗറ്റീവായിട്ടുള്ള ആളുകൾ പറയുന്നതും ചെയ്യുന്നതിലേക്കും ഒന്നും ഫോക്കസ് കൊടുക്കില്ല. വിജയിക്കും വരെ നമ്മൾ ആ ഒരു വിജയത്തിനായിട്ട്, ആ സക്സസിലേക്ക് എത്തുന്നിടം വരെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ലൈഫിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എല്ലാം ഔട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യത്തിന് സഹായിക്കാത്ത വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവായി നിൽക്കണം. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ. ആ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുക. അത് നമ്മുടെ എത്ര പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആയാലും, എത്ര പ്രിയപ്പെട്ട റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് അവരെ ഉതകുന്നില്ല. ചിലപ്പോൾ നമ്മൾ സക്സസിലേക്ക് പോകുമ്പോൾ നമ്മളെ വലിച്ചു താഴത്തേക്ക് ഇടാൻ ശ്രമിക്കുകയാണ്, നമ്മളെ കളിയാക്കുകയാണ്, വില കുറച്ച് കാണിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ
ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് സധൈര്യം പോസിറ്റിവിറ്റിയുടെ ട്രാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. വിജയം കാണും വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. എല്ലാവർക്കും ടീച്ചറമ്മയുടെ വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ